ഞാനൊരു ദിവസം വൈകിട്ട് 6 മണി മുതൽ രാത്രി 12 മണി വരെ എന്താണ് ഞാൻ ചെയ്ത ഈ കോഴ്സ് എന്താണെന്ന് ഇതിന് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. അദ്ദേഹം പറഞ്ഞു എനിക്ക് ഒരാഴ്ച സമയം എന്താ ഇത് പഠിക്കട്ടെ എന്ന്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിന് മുമ്പിൽ ഒരു ബോർഡ് വന്നു, ഈ പ്രാക്ടിക്കൽ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു കോഴ്സ് പോലെ. അതടിച്ചു മാറ്റി അതെന്നെ സംബന്ധിച്ചോളം വല്ലാത്തൊരു. അപ്പോൾ ഇത് എൻ്റെ ടെൻഷനും മറ്റുള്ളവരുടെ ടെൻഷൻ പറയുന്ന ടെൻഷൻ എല്ലാം കേട്ടിട്ട് എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു, ഇത് എഡ്യൂക്കേഷനാണ്, കുട്ടികളുടെ കരിയറാണ്, അത് നീ ഒരു കാരണവശാലും നശിപ്പിക്കാൻ പാടില്ല. അപ്പോൾ എന്നെ കൊട്ടാരക്കര എന്നുള്ള പലരും, ഈ ചാർട്ടേഡ് അക്കൗണ്ടൻസി ഫീൽഡിലുള്ള പലരും എന്നെ ഡിസ്കറേജ് ചെയ്തു, എന്നെ ഹരാസ് ചെയ്തു പല രീതിയിലും. ഞങ്ങളൊക്കെ 8ഉം 10ഉം ചാൻസ് ഒക്കെ എഴുതി പാസ്സായ കോഴ്സാണിത്, നീ ഇത് വളരെ ഈസി ആയിട്ട് ഇത് ചെയ്യുമെന്നൊക്കെ പറയുന്നു. അതേ ഞാൻ അന്നത്തെ എൻ്റെ ഒരു പ്രോസ്പെക്ടസിൽ അല്ലെ ബ്രോഷറിൽ എന്തോ യുവ ചാർട്ടേഡ് അക്കൗണ്ട്സിനെ വാർത്തെടുക്കാൻ എന്നൊക്കെ ഒരു എഴുതിയല്ലോ. അപ്പോൾ എഴുതിയപ്പോൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ വിളിച്ചു ചോദിച്ചതാണ്, വാർത്തെടുക്കാൻ നീ എന്താ അച്ചു പണിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിൽ അതൊരു എന്താ പറയുക, ഇൻസ്പിറേഷൻ തന്നെയായിരുന്നു ശരിക്കും, ഒരു ചലഞ്ച് ഏറ്റെടുക്കാനുള്ള. ഒരു 25 സ്റ്റുഡൻസിൻ്റെ ഒരു ബാച്ച് നടത്താൻ പോയെടുത്ത് എനിക്ക് ആദ്യത്തെ ഫസ്റ്റ് ബാച്ച് എന്ന് പറയുന്നത് 400 സ്റ്റുഡൻസ് ആണ് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കിട്ടിയത്. എന്ന് വെച്ചാൽ 3500 വരുമാനം അവിടെ വന്നു കഴിഞ്ഞു ഒരൊറ്റ ദിവസം കൊണ്ട്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിഷമിച്ച, ടെൻഷൻ അടിച്ച് ഞാൻ 0 ആയി പോകുമെന്നൊക്കെ വിചാരിച്ച ദിവസങ്ങളെന്ന് വെച്ചാൽ ഈ എക്സാം കഴിഞ്ഞ് റിസൾട്ട് വരുന്ന ഒരു 2 months ടൈമാണ്. റിസൾട്ട് വന്നപ്പോൾ 14 പാസ്സാണ്. 14 പേര്? യെസ്. 9 പേർക്ക് ബോത്ത് ഗ്രൂപ്പ് ഓഫ് ഇന്റർമീഡിയറ്റും 5 പേർക്ക് ഒരു ഗ്രൂപ്പ് വെച്ചിട്ട് നിങ്ങളെ വിളിച്ച് 8 കൊല്ലം കൊണ്ട് പാസ്സായി കളിയാക്കിയ ചാർട്ടേഡ് അക്കൗണ്ടുള്ള നാട്ടിലാണ് നിങ്ങൾ ഈ റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത്. അവിടേക്ക് ഒരു ചെറിയ സ്വീറ്റ്സ് ആയിട്ട് അവർ പോയി. IIT അന്ന് അച്ചുണ്ടോയെന്ന് ചോദിച്ചില്ലേ, ആ അച്ചിൽ വാർത്തെടുത്ത ഇൻ്റർമീഡിയറ്റ്സ് ആണ് ഞങ്ങൾ CA. ഇനിയും കൂടുതൽ അച്ചുകളുടെ വാർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും കൂടുതൽ പ്രതീക്ഷിക്കാം. ISWയിലൊരു 10 കുട്ടികളെ മാത്രം വെച്ചിട്ട് തുടങ്ങി 8 പേരെ ഫസ്റ്റ് ചാൻസിൽ പാസ്സാക്കി. പിന്നെ ആ 24 നിന്നും 10 നിന്നും തുടങ്ങിയതാണ് ഇന്ന് 1000 സ്റ്റുഡൻസ് ആണ് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. ഹായ്, ഞാൻ ഷമീം റഫീഖ്, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കുള്ളൊരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. സംരംഭമോഹികൾ നമ്മുടെ നാട്ടിൽ നിരവധിയാണ്. എന്നാൽ സംരംഭം എല്ലാവർക്കും തുടങ്ങാനും ആവില്ല. സമൂഹത്തിലെ എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനാണ് ഒരു സംരംഭം എന്ന് പറയുന്നത്. അതിൻ്റെ തുടക്കം വളരെ കഷ്ടപ്പെട്ടായിരിക്കും, കുറച്ച് നാൾ പെയിൻഫുള്ളായിരിക്കും. എന്നാൽ ഈ ഹാർഡ്ഷിപ്പൊക്കെ മറികടന്ന് വിജയം നേടുന്നവർ നിരവധിയുണ്ട്. ആ ഒരു പ്രോസസ്സിൽ ക്ഷമ എന്ന് പറയുന്നൊരു സാധനം വേണം. പക്ഷെ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് പാഷൻ എന്ന് പറയുന്നൊരു സാധനമാണ്. നമ്മുടെ മലയാളത്തിൽ ത്വര, അഭിനിവേശം എന്നൊക്കെ പറയുന്നത്. അത്രയ്ക്ക് പാഷനേറ്റ് ആയിട്ടുള്ള ഒരു സംരംഭകനാണ് എന്നോടൊപ്പം ഈ ഹോട്ട് സീറ്റിലിരിക്കുന്നത്, ശ്രീ മനോജ്. സ്വാഗതം സ്പാർക്കിലേക്ക്. നമസ്കാരം. താങ്കളുടെ നാട് എവിടെയാണ്? കൊട്ടാരക്കരയാണ്. കൊട്ടാരക്കരക്കാരനാണ്. പഠിച്ചതൊക്കെ എവിടെയാണ്? ഞാൻ നാട്ടുമ്പുറത്തെ ഗവൺമെൻറ് സ്കൂളിലാണ് ഞാൻ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം. ഗ്രാജുവേഷൻ അത് കഴിഞ്ഞിട്ട് കൊട്ടാരക്കര സെൻറ്റ് ഗ്രിഗോറിയസ് കോളേജിലായിരുന്നു എൻ്റെ ഡിഗ്രി. ഓക്കെ. അവിടുന്ന് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം MBA ആണ് മനസ്സിൽ. എവിടെയായിരുന്നു MBA? ഞാനങ്ങനെ ആദ്യത്തെ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം പഠിക്കാൻ അത്യാവശ്യം മോശമില്ലാത്ത ഒരു കാറ്റഗറി ആയിരുന്നു. അതുകൊണ്ട് ആദ്യം ഞാൻ അന്ന് യൂണിവേഴ്സിറ്റി ബേസിലാണ് MBAയുടെ എൻട്രൻസ് ഒക്കെ വരുന്നത്. അപ്പം ഒരു 12 യൂണിവേഴ്സിറ്റിയോളം എഴുതി. പക്ഷേ എൻ്റെ മിടുക്ക് പോരാ എന്ന് പ്രൂവ് ചെയ്തിട്ട് എനിക്ക് എങ്ങോ അഡ്മിഷൻ കിട്ടിയില്ല. അങ്ങനെ MCOM ജോയിൻ ചെയ്തു. MCOM ജോയിൻ ചെയ്തതിനോടൊപ്പം പിന്നെയും അടുത്ത വർഷം എൻട്രൻസ് എഴുതി. അടുത്ത വർഷം എൻട്രൻസ് കിട്ടി പലയിടത്തും. പക്ഷേ ഗ്രൂപ്പ് ഡിസ്കഷൻ ഇൻ്റർവ്യൂ ഫെയിലായി. അങ്ങനെ MCOM ഫൈനൽ ഇയർ ആയി. MCOM ഫൈനൽ ഇയർ ആയപ്പോൾ 3ാമത്തെ വർഷം അന്ന് എനിക്ക് ഏറ്റവും മദ്രാസ് യൂണിവേഴ്സിറ്റി ആയിരുന്നു. അപ്പോൾ അങ്ങനെ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ മാത്രം അപ്ലൈ ചെയ്തു. GD പാസ്സായി. അത് ഇൻ്റർവ്യൂവും കഴിഞ്ഞ് അവിടെ സെലക്ഷനായി. അപ്പോൾ എനിക്ക് അതിനകത്തൂടെ ഞാൻ പ്രൂവ് എൻ്റെ കുട്ടികൾക്ക് എപ്പോഴും ഞാൻ ഈ സ്റ്റോറി പറയും. പ്രൂവ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു നാട്ടുമ്പുറത്തുകാരനായ എനിക്ക് അന്നത്തെ ഒരു ഫെസിലിറ്റി ഇല്ലാതെ പറ്റുന്നുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും എന്തും ചെയ്യാമെന്നുള്ള. അപ്പോൾ താങ്കൾ പഠനം കഴിഞ്ഞിട്ട് ജോലി ചെയ്യായിരുന്നോ? അവിടെ പഠിച്ചു കഴിഞ്ഞ ശേഷം അവിടുത്തെ ഏറ്റവും നല്ല പ്ലേസ്മെൻറ്റ്സ് ഒന്ന് എനിക്ക് കിട്ടി. ഒരു ഇൻ്റർനാഷണൽ പ്ലേസ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അവരുടെ ഇന്ത്യയിൽ അവരുടെ ഒരു ടെസ്റ്റ് മാർക്കറ്റിംഗ് പ്രോഗ്രാം ആയിരുന്നു. 2 years ബോണ്ട് ഉണ്ടായിരുന്നു ചെയ്യണമെന്ന്. ഓക്കെ. അപ്പോൾ 2 years 8 months ഉണ്ടായിരുന്നുള്ളൂ കമ്പനി ഇന്ത്യയിൽ. ആ 2 years 8 months ഇവിടെ ഞാൻ വർക്ക് ചെയ്തു. സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നൊരു എയിമോടെയാണ് ഞാൻ MBA. ഒരു നല്ലൊരു പ്ലാൻ ഉണ്ടായിരുന്നു മനസ്സിൽ. ഒരു എയിമോടെയാണ് ഞാനത് ചെയ്യുന്നത്. അപ്പോൾ 2 years 8 months കഴിഞ്ഞപ്പോൾ അവർ എന്നെ പ്രൊമോട്ട് ചെയ്തു, ഏതർ സിംഗപ്പൂർ ഓർ ജർമ്മനി. ആ സമയത്ത് എല്ലാവരും ഫുള്ളൊന്ന് വിളിച്ചു. ഞാൻ ആ ജോബ് ക്വിറ്റ് ചെയ്തു. യെസ്. ജർമ്മനിയും സിംഗപ്പൂർ ഒന്നും വേണ്ടാന്ന് വെച്ച് നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകും. അതിനേക്കാൾ നമ്മുടെ ഒരു പാഷൻ, നമ്മുടെ ഡ്രീം
നമ്മളൊരു എയിം അതിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഞാൻ നമുക്കിപ്പോൾ സിംഗപ്പൂർ, ജർമ്മനി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇവിടെ റൂട്ട് ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് ലോകത്ത് ഏത് രാജ്യത്ത് നമുക്ക് പോകാൻ പറ്റാത്ത. ഓക്കെ, ഞാൻ ഭയങ്കര ട്രാവൽ ചെയ്യുന്ന ആളാണ്. ട്രാവലിങ്ങിൻ്റെ ഭയങ്കര ക്രേസാണ്. ഞാനിപ്പോൾ 26 കൺട്രീസ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. അങ്ങനെ ഞാൻ സെൽഫ് എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞ നാട്ടിലേക്ക് വന്നു. പക്ഷെ അവിടെ ഒരു ചോദ്യം, താങ്കളുടെ മാതാപിതാക്കൾ ആരെങ്കിലും ബിസിനസ്സോ അങ്ങനെ എന്തെങ്കിലും? എൻ്റെ ഫാമിലിയിൽ ഇതുവരെ ഒരു ബിസിനസ്സുകാരില്ല. എല്ലാം ഞങ്ങൾ ബേസിക്കലി ഫാർമേഴ്സാണ്. ഫാർമേഴ്സ് അറിയാലോ, നല്ല മനസ്സിൻ്റെ ഉടമകളാണ് എല്ലാവരും. പക്ഷെ അവർക്ക് എന്താ ഒരു ബാങ്ക് ലോൺ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു സൂയിസൈഡ് ഫീലാണ് എൻ്റെ ഫാമിലിയിൽ. അപ്പോൾ അങ്ങനെ ഞാൻ നാട്ടിലേക്ക് വന്നു. ജോബ് കിട്ടി റിസൈൻ ചെയ്ത് നാട്ടിലേക്ക് വന്നപ്പോഴത്തേക്കും നമ്മുടെ വീട്ടിലൊരു മരണാവസ്ഥയായിരുന്നു. കാരണം ആർക്കും ഒന്നും സംസാരിക്കാനില്ല. എല്ലാവരും എൻ്റെ ഫ്രണ്ട്സ് ആയാലും എൻ്റെ വെൽഫിഷേഴ്സ് എല്ലാം എന്നെ ഫൂൾ എന്ന് വിളിച്ചു വന്നു. ആരെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ വീട്ടിൽ? അച്ഛൻ ആർമി പട്ടാളക്കാരനായിരുന്നു. പിന്നെ കൃഷിക്കാരൻ. അച്ഛൻ പട്ടാളത്തിൽ നിന്ന് റിസൈൻ ചെയ്ത്, അതായത് ഞാൻ 10th പഠിക്കുമ്പോൾ അച്ഛൻ റിട്ടയർ ചെയ്ത് വന്ന ആളാണ്. മദർ? അമ്മ ഹൗസ് വൈഫ്. പിന്നെ എനിക്ക് സിസ്റ്ററുള്ള അളിയൻ ആർമി ഓഫീസറാണ്. അപ്പം ചേച്ചി അളിയൻ്റെ കൂടെയാണ്. ആ ഫാമിലിയിലാണ് താങ്കളൊരു സെൽഫ് എംപ്ലോയ്മെന്റ്? അപ്പം ഞാനും അച്ഛനും അമ്മയും മാത്രമുള്ളൊരു ഫാമിലി. പക്ഷെ ഞങ്ങളൊരു വലിയ ഫാമിലിയാണ്, കൊട്ടാരക്കൽ അറിയപ്പെടുന്ന ഒരു ഫാമിലിയാണ്. അപ്പം എല്ലാവരും അത് സയൻറ്റിസ്റ്റ് മുതൽ കൂലിപ്പണിക്കാർ വരെയുള്ളൊരു ഫാമിലിയിലാണ്. വളരെ ഭയങ്കര റൂട്ട്സാണ് അതിന്. അപ്പം നമ്മൾ ചെറിയ കാര്യം ചെയ്യുമ്പോൾ പലയിടത്തു നിന്ന് ക്വസ്റ്റ്യൻസ് വരും. എല്ലാം നമ്മൾ ചിരിച്ചുകൊണ്ട് ഫേസ് ചെയ്തു. പലതിലും എനിക്ക് ആൻസർ ഉണ്ടായിരുന്നില്ല. പിന്നെ അവസാനം എല്ലാവർക്കും പേടി, പെണ്ണ് കിട്ടില്ല എന്നായിരുന്നു. ബിസിനസ്സുകാർക്ക് പെണ്ണ് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഫാമിലിയിലേക്ക് അങ്ങനെ വരെ. പക്ഷെ ഇതിനൊക്കെ ആദ്യം എന്താണ് ചെയ്തത്? ആദ്യം അപ്പം നമ്മൾ ഈ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് എൻ്റെ ഡ്രീമായിട്ട്. ഞാൻ എഡ്യൂക്കേഷൻ എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിച്ചത്? ഒരു ഫാമിലി ഒരു ലൈറ്റ് തെളിയിക്കാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് ഇപ്പോഴും എഡ്യൂക്കേഷൻ. ഞാനിത് ബിസിനസ് ചെയ്യാൻ വേണ്ടി വന്ന ആളല്ല ഇതിലേക്ക്. എൻ്റെ ഡ്രീം, എൻ്റെ പാഷൻ, അവർ എങ്ങനെയൊക്കെ ഗ്രോ ചെയ്യാൻ പറ്റും ആ നിലയ്ക്കൊക്കെ കുട്ടികളിലേക്ക് കുറിച്ച് പഠനം നടത്തിയോ? ഒരു വർഷം ഞാൻ മദ്രാസിൽ നിന്ന് വന്നതിന് ശേഷം ഒരു വർഷം ഞാൻ ഇതിനു വേണ്ടി ഒരു റിസർച്ച് ചെയ്യുന്ന പോലെ ഒരു പ്രൊജക്റ്റ് ഒക്കെ ചെയ്തു. ഏത് വർഷമാണത്? അത് 2004. അപ്പോൾ ഏത് മേഖലയാണ് താങ്കൾ കണ്ടത്? അപ്പോൾ എൻ്റെ മനസ്സിൽ രണ്ട് പ്ലാനായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. ഒരു ബിസിനസ് ഐഡിയയും ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനും. കാരണം ആദ്യം ഈ ബിസിനസ് ഐഡിയ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടുന്ന ഒരു സംഭവമായിരുന്നു. അത് എൻ്റെ നാട്ടിലേക്ക് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തൊരു സംഭവമായിരുന്നു. വെരി അൺഫോർച്ചുനേറ്റ്ലി എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, കാരണം ഫണ്ടിൻ്റെ ഷോർട്ടേജ് തന്നെയായിരുന്നു. അപ്പം കുറച്ച് വെൽത്തി ഫാമിലിയാണ്. വെൽത്ത് ഉണ്ടെന്നേ ഉള്ളൂ, ക്യാഷ് ഇല്ല, ലിക്വിഡ് ക്യാഷ് ഇല്ല. സമ്പത്തുണ്ട് പക്ഷേ സ്ഥലങ്ങളൊക്കെ. അതെ. അപ്പോൾ ക്യാഷ് ഇല്ല. അപ്പോൾ എൻ്റെ അച്ഛനോട് ഇതിനെപ്പറ്റി സംസാരിച്ചു. അച്ഛൻ പറഞ്ഞ ഇത്രയും വലിയൊരു ജോലി കളഞ്ഞിട്ട് നാട്ടിൽ ബിസിനസ് ചെയ്യാൻ വരുന്നു. അതൊന്നുകിൽ നമ്മൾ ക്യാഷ് ഉണ്ടാക്കിയിട്ട് വേണം, ക്യാഷ് കയ്യിൽ ഉണ്ടായിട്ട് വേണം ബിസിനസ് ചെയ്യാൻ. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, ക്യാഷ് ഉണ്ടായിട്ടല്ല ബിസിനസ് ചെയ്യേണ്ടത്, ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ബിസിനസ് ചെയ്യുന്നത്. പക്ഷേ അത് ഞാൻ പറഞ്ഞ അച്ഛന് മനസ്സിലായിട്ടില്ല. അച്ഛൻ പറഞ്ഞു, ഇത് സ്വത്ത് വിറ്റിട്ടൊരു ജോലിയൊക്കെ മേടിക്കാനാണെങ്കിൽ ഓക്കെ, ഇതൊരു ജോലി ഒരു ബിസിനസ്സിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് നാളെ കിട്ടുമോ? പിന്നെ അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇനി ഫാമിലിയോട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ട് എനിക്ക്. പക്ഷേ നെക്സ്റ്റ് ഡേ അച്ഛൻ പറഞ്ഞു, നിനക്ക് വേണ്ടെങ്കിൽ പിന്നെ എനിക്കെന്തിനാ, അതുകൊണ്ട് നീ എന്താ വെച്ചോ. അപ്പോഴും നിനക്ക് അല്ല മോനെ, നിനക്കിത് വിറ്റ് നമുക്ക് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാന്നല്ല പറഞ്ഞു. നിനക്ക് നശിച്ചു പോകുമല്ലോ, പൊക്കോട്ടെ. പക്ഷേ അച്ഛനോട് ഞാൻ പറഞ്ഞു, വേണ്ട, അല്ല ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ കാരണം അന്ന് എൻ്റെ സേവിങ്സ് എല്ലാം ഒരു 7 lakhs-ഓളം ഉണ്ട്. ഈ 2 years 8 months വർക്ക് ചെയ്തതിൻ്റെ ബാലൻസ് എല്ലാം കൂടെ. അപ്പോൾ 25 lakhs എങ്കിലും ഇതിനകത്തൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. ഒരു തുടക്കക്കാരൻ നിലയ്ക്ക് എൻ്റെ ഉള്ളത് ടാക്സ് അടയ്ക്കുന്നതിൻ്റെ ഒരു സ്ലിപ്പ് അല്ലാതെ വേറെ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ അമ്മ അച്ഛനും കൊണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം, ക്യാഷ് ഗോൾഡൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞോ, ഇനി ആ ഒരു സപ്പോർട്ട് വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ പിന്നെ ആ പ്രോജക്റ്റ് ഇപ്പോൾ അടുത്ത വർഷം ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചൊന്ന് മാറ്റി വെച്ചിട്ട് നമ്മളിപ്പോൾ CA എന്ന് പറയുന്നത് ഒരു ഫുൾ ആപ്ലിക്കേഷൻ ഉള്ള ഒരു പ്രൊഫഷണൽ മേഖലയാണ്. ചാർട്ടേഡ് അക്കൗണ്ടൻസി ആയിരുന്നു എൻ്റെ മെയിൻ. എന്തുകൊണ്ട് ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ് തുടങ്ങണം എന്ന് തോന്നിയാൽ, അന്ന് പ്രൈവറ്റ് മേഖലയിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ് ആരും ചെയ്യുന്നില്ല. മറ്റുള്ളവർ ചെയ്യാത്തത് ചെയ്യണം, ഒന്നത്. രണ്ട്, മറ്റുള്ളവർ തൊട്ടാലും ഒന്ന് പൊള്ളുന്നൊരു കോഴ്സ് ചെയ്യണം. ഓക്കെ, ഔട്ട്പുട്ട് ഇല്ലെങ്കിൽ, ഇപ്പോൾ ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി, CA കോഴ്സ് നടത്തി, ഒരു വർഷം കഴിയുമ്പോൾ അതിൻ്റെ റിസൾട്ട് വരുമ്പം അതിനകത്ത് റിസൾട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ
ഉള്ള എൻ്റെ അഡ്രസ്സും കൂടി അതിൽ പോകും. അതും അന്നത്തെ കാലത്ത് ചാർട്ടർ അക്കൗണ്ടൻസി പാസ്സാവുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. അങ്ങനെയാണ് അത് തുടങ്ങാൻ. അതുകൊണ്ട് ടഫായിട്ടുള്ള മേഖലയാണ് താങ്കൾ കൈവയ്ക്കാൻ. അവിടെ ചെറിയ ചോദ്യം ചോദിച്ചോട്ടെ, ഈ 1 കൊല്ലം എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലാണ്. ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി ചെയ്തിട്ട് 1 കൊല്ലം തെരപ്പാര നടക്കുക എന്ന് പറഞ്ഞാൽ ഒരു വീട്ടുകാരുടെ പ്രശ്നം, നാട്ടുകാരുടെ പ്രശ്നം. അപ്പോൾ താങ്കൾ എന്താ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്? ഞാൻ രാവിലെ എന്താ പറയുക, വീട്ടിലിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ രാവിലെ ഒരു ബാഗുണ്ട്, ബാഗിൽ എന്താ പറയുക, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിൽ നിന്ന് കഴിക്കും, ഒരു കുപ്പി വെള്ളം ബാഗിൽ വെക്കും, 1-2 ഫയൽ അതിൽ വെക്കും, ഇറങ്ങും. സ്കൂട്ടർ എടുക്കാൻ പറ്റത്തില്ല, കാർ എടുക്കാൻ പറ്റത്തില്ല, കാരണം ഇന്ധനം അടിക്കണമെന്നുണ്ടെങ്കിൽ അക്കൗണ്ടിൽ കിടക്കുന്ന 7 ലക്ഷത്തിൽ നിന്ന് വേണം അടിക്കാൻ. അതെങ്ങനെയെങ്കിലും ലിഫ്റ്റൊക്കെ ചോദിച്ചോ ബസ് കയറിയോ കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിൽ വരും. അവിടുന്ന് ട്രിവാൻഡ്രം ബോർഡ് കണ്ട ട്രിവാൻഡ്രം ബസ്സിലേക്ക് പോകും, ട്രിവാൻഡ്രത്ത് പോയി ഇറങ്ങും, അവിടെ പോയി ഒരു നാരങ്ങ വെള്ളം കുടിക്കും, തിരിച്ചടുത്ത ബസ്സിന് കൊട്ടാരക്കരയ്ക്ക് വന്നിറങ്ങും. അപ്പോൾ ഒരു ദിവസം പോയി കിട്ടിയല്ലോ. അപ്പോൾ അങ്ങനെ അടുത്ത ദിവസം പിന്നെ അപ്പോൾ ഇങ്ങനെ എന്തായാലും ഈ പ്രോജക്റ്റും നടക്കാൻ എൻ്റെ കയ്യിൽ ഫണ്ടില്ല. അപ്പോൾ ബാങ്കിലൊക്കെ അന്വേഷിച്ചപ്പോൾ കൊളക്ടറിൽ കൊടുക്കാതെ ആരും ലോൺ തരില്ലല്ലോ. അപ്പം അപ്പോഴും ഞാൻ പിന്നെ ഇനി അച്ഛനെ ഡിപ്പെൻഡ് ചെയ്യണം. അപ്പോൾ അതെന്തായാലും വേണ്ടാന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴേ ഇപ്പോൾ ഞാൻ ഒരു കൊമേഴ്സ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. അപ്പോൾ ഞാൻ ഈ 7 വർഷം, അതായത് പ്രീ ഡിഗ്രി ആണ് ഇന്നത്തെ +1 +2 2 വർഷം, ഡിഗ്രി 3 വർഷം, PG 2 വർഷം, അങ്ങനെ 7 വർഷം അക്കൗണ്ടിങ് പഠിച്ചിട്ടും എൻ്റെ പ്രശ്നം എന്തായിരുന്നു എന്നാണ് ഞാൻ ആദ്യം, കാരണം ഞാൻ ആദ്യം വർക്ക് ചെയ്തിരുന്ന കമ്പനിയിൽ ഇരുന്നപ്പോൾ അക്കൗണ്ട്സിലേക്ക് എനിക്ക് അവർ ജർമ്മൻസ് ആണ് എല്ലാവരും. നീ പോസ്റ്റ് ഗ്രാജുവേറ്റഡ് ഇൻ അക്കൗണ്ടിങ്, അപ്പോൾ കുറേ അക്കൗണ്ട് വർക്കൊക്കെ എൻ്റെ തന്ന് ഞാൻ 0 ആയിരുന്നു, എനിക്കൊന്നും ചെയ്യാൻ അറിയത്തില്ല. നമുക്ക് തിയറി അറിയാം, ആ തിയറിയും ആപ്ലിക്കേഷൻ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അപ്പോൾ എല്ലാ കുട്ടികളും ഇതാണ് സ്ട്രഗിൾ ചെയ്യുന്നത്. അതായത് നിങ്ങൾ ബാങ്കിൽ പോകും, ബാങ്കിങ് ജോബ് എന്ന് പറയുന്നത് എപ്പോഴും കൊമേഴ്സ് സ്റ്റുഡൻസിൻ്റെ ജോബാണ്. നമ്മൾ ഏതെങ്കിലും ബാങ്കിൽ കൊമേഴ്സ് സ്റ്റുഡൻസിനെ കാണാൻ പറ്റുന്നുണ്ടോ? എല്ലാം ബിടെക്കുകാരാണ് ഇരിക്കുന്നത്. അപ്പോൾ കൊമേഴ്സുകാർക്ക് അവരുടേതായ പ്രൊഫഷൻ, അതായത് ഇപ്പോൾ ഒരിക്കലും കൊമേഴ്സ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് മെഡിസിനോ എഞ്ചിനീയറിങ്ങിനോ പോകാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ ചാർട്ടേഡ് അക്കൗണ്ട്സ് ഉള്ളത് സയൻസുകാരാണ്. കൊമേഴ്സുകാരൻ്റെ ഏറ്റവും വലിയ പ്രൊഫഷണൽ മേഖലയായ ചാർട്ടേഡ് അക്കൗണ്ട്സി, അതിൽ ഏറ്റവും കൂടുതൽ കുട്ടികളുള്ളത് സയൻസുകാരാണ്. ഇപ്പോൾ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ഫൗണ്ടേഷൻ ബാച്ചിൽ 100 പേരുള്ള കുട്ടികളിലേക്ക് നോക്കുവാൻ അതിനകത്ത് 60 സ്റ്റുഡൻസിന് എബോവ് സയൻസുകാരാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചത് കൊമേഴ്സുകാരൻ്റെ പ്രശ്നം എന്താ? ഇപ്പോൾ 5 വർഷം അല്ല 7 വർഷം അക്കൗണ്ടിങ് പഠിച്ചിട്ടും അവന് ഒരു പ്രാക്ടിക്കൽ അക്കൗണ്ടിങ് അറിയത്തില്ല, പ്രാക്ടിക്കൽ നോളജ് ഇല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ പ്രാക്ടിക്കൽ അക്കൗണ്ടിങ്, അതായത് 5 വർഷം അക്കൗണ്ടിങ് പഠിച്ചവർക്ക് ചെറിയൊരു ടൈമിലൂടെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തു. ഒരു 3 വീക്സ് ടൈം എടുത്തു. അപ്പോൾ അങ്ങനെ കുറേ പേരെ കൺസൾട്ട് ചെയ്തിട്ടാണ്. അപ്പം എനിക്കറിയാത്തത് പല ചാർട്ടേഡ് അക്കൗണ്ട്സിനോടൊക്കെ ചോദിച്ചിട്ട് ഞാനൊരു ഒരു കോഴ്സ് എന്ന നിലയ്ക്ക് ഒരു പ്രോജക്റ്റ് പോലെ ചെയ്തു, ഫയലാക്കി. പിന്നെ യാത്ര മൊത്തം ഈ ഫയലും കൊണ്ടാണ്. അപ്പം അങ്ങനെ എൻ്റെ നാട്ടിൽ തന്നെ ഇതുമായിട്ട് എൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരാൾ, അത് എൻ്റെ ഒരു കസിൻ്റെ ഫ്രണ്ട് തന്നെ ഒരു ചാർട്ടേഡ് അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡൗട്ട്സുകളെല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിനോടൊന്ന് ഇത് കൊടുക്കാമെന്ന് ചോദിച്ചു. അദ്ദേഹം വളരെ സന്തോഷത്തോടെ അത് നോക്കി എന്നോട് പറഞ്ഞു ഇതിനകത്ത്. എന്നിട്ട് ഞാൻ ഒരു ദിവസം വൈകിട്ട് 6 മണി മുതൽ രാത്രി 12 മണി വരെ എന്താണ് ഞാൻ ചെയ്ത ഈ കോഴ്സ് എന്താണെന്ന് ഇതിന് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. കാരണം എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യമാണല്ലോ, ഞാൻ എന്തിനത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് കറക്റ്റ് ചെയ്യാമല്ലോ. അദ്ദേഹം പറഞ്ഞു എനിക്ക് ഒരാഴ്ച സമയം എന്താ ഇത് പഠിക്കട്ടെ. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിന് മുമ്പിലൊരു ബോർഡ് വന്നു, ഈ പ്രാക്ടിക്കൽ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു കോഴ്സ് പോലെ. അതടിച്ചു മാറ്റി അദ്ദേഹം കോഴ്സ് തന്നെ തുടങ്ങി. അതെന്നെ സംബന്ധിച്ചോളം വല്ലാത്തൊരു, കാരണം നമ്മളൊരു ബിലീവ് ചെയ്തൊരു, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു ലെസൺ ഞാൻ അവിടെ നിന്ന് പഠിക്കുമായിരുന്നു. നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം, നമ്മൾ ഇറങ്ങുന്ന ഫീൽഡിൽ നിന്ന് ആദ്യം കിട്ടിയ ഒരു ലെസൺ. യെസ്, ഫയൽ തിരിച്ചു കിട്ടി. ഫയലും തിരിച്ചു വാങ്ങി. പക്ഷെ അത് അദ്ദേഹം അവിടെ തന്നെ അല്ലേ, ഇനി വേറെ ഒന്നും ചെയ്യാൻ പോകുന്നില്ലല്ലോ. ഞാൻ ഇതുമായിട്ട് ഇങ്ങനെ യാത്രകൾ നടത്തി പലയിടത്തും പോയി. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് ചെന്നിട്ട് ഒരു സ്ഥാപനം ജസ്റ്റ് ഞാൻ ബസ്സിൽ ഇങ്ങനെ പോവല്ലേ, ബസ്സിന് പോയപ്പോൾ ഒരു സ്ഥാപനത്തിൽ ഒരു ബോർഡ് കണ്ടു. ആ ബോർഡിൽ കണ്ട് അവിടെ ഇറങ്ങി ഞാൻ അവിടെ അത് ഇംപ്ലിമെൻറ്റ് ഒന്ന് ചെയ്യണമെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു ഇവിടെ ചെയ്യാൻ പറ്റില്ല, കാരണം പുറത്തുനിന്നുള്ളൊരു കോഴ്സ് ഞങ്ങൾ, അത് ഭയങ്കര വലിയ ഒരു സ്ഥാപനം, വലിയ ഒരു പ്രൈവറ്റ് കോളേജായിരുന്നു അന്നത്തെ കാലത്ത്. പാരൽ കോളേജ്. അതെ, പാരൽ കോളേജ് ഭയങ്കര. അപ്പോൾ അവിടെ ഞാൻ നോക്കിയപ്പോൾ BCom ഫസ്റ്റ് ഇയർ 7 ബാച്ചസ്, സെക്കൻഡ് ഇയർ 7 ബാച്ചസ്, തേർഡ് ഇയർ 7 ബാച്ചസ്, MCom ഫസ്റ്റ് ഇയർ 5 ബാച്ചസ്, സെക്കൻഡ് ഇയർ 5 ബാച്ചസ്, അങ്ങനെ ഓരോ ബാച്ചിലും 100 സ്റ്റുഡൻസ് വീതം. അതെ, അവിടെ പോയി കണ്ടു. എൻ്റെ ലൈഫിലെ ഏറ്റവും ടേണിംഗ് പോയിന്റ് അവിടെ ആയിരുന്നു. അദ്ദേഹം എന്ന് പറയുന്ന വ്യക്തി എന്നിലുള്ളൊരു വിശ്വാസം,
അപ്പോൾ അങ്ങനെ ഒരു 25 സ്റ്റുഡൻസിൻ്റെ ഒരു ബാച്ച് നടത്താൻ പോയെടുത്ത് എനിക്ക് ആദ്യത്തെ ഫസ്റ്റ് ബാച്ച് എന്ന് പറയുന്നത് 400 സ്റ്റുഡൻസ് ആണ് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കിട്ടിയത്. അതെങ്ങനെ സംഭവിച്ചു? അത് ഞാൻ അദ്ദേഹം എനിക്ക് തന്നൊരു, അതായത് അദ്ദേഹത്തിൻ്റെ കോളേജിലെ ബാക്കി ടീച്ചേഴ്സ് എല്ലാം, ബാക്കി സ്റ്റാഫ് എല്ലാം ഇതിനെ അദ്ദേഹത്തിനെ എതിർത്തു. ഈ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണിത്, ഒരു കാരണവശാലും നമ്മളിത് സമ്മതിക്കരുതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എൻ്റെ മേലുള്ളൊരു, ഞങ്ങളൊരു അരമണിക്കൂർ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഡ്രീം, എൻ്റെ പാഷൻ ഇതൊക്കെ അദ്ദേഹം കണ്ടു. ഞാൻ നല്ലൊരു ഹ്യൂമൻ ആണെന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവണം. അങ്ങനെ അദ്ദേഹം മറ്റുള്ളവരെ എതിർപ്പിനെ അവഗണിച്ച് അദ്ദേഹം എനിക്കത് പെർമിഷൻ തരുമായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു എല്ലാ ബാച്ചിലും നിനക്ക്, ഞാൻ അദ്ദേഹത്തിന് അവിടെ പഠിക്കുന്ന കുട്ടികളെ ചോദിച്ചില്ല, ഞാൻ ചോദിച്ചെന്ന് പറഞ്ഞാൽ അവിടെ പഠിച്ച് കഴിഞ്ഞു പോയ കുട്ടികളുടെ കുറച്ച് ലിസ്റ്റ് തന്നാൽ മതി, ഞാൻ കുറച്ച് ഫോൺ നമ്പേഴ്സൊക്കെ ഉണ്ട്, ഞാൻ എനിക്ക് 25 നമ്പേഴ്സ് മതിയല്ലോ. അദ്ദേഹം പറഞ്ഞു ഞാൻ 10 മിനിറ്റ്സ് വെച്ചിട്ട് ഓരോ ബാച്ചിലും നിനക്ക് സംസാരിക്കാൻ സമയം തരാം, നീ സംസാരിച്ചോ, എന്നിട്ട് ആരെങ്കിലും വരുവാണെങ്കിൽ നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടുമെന്നുണ്ടെങ്കിൽ ഓക്കെ. കാരണം ഇവിടെ സാറ്റർഡേ സൺഡേ ഹോളിഡേയാണ്. അപ്പോൾ നിനക്ക് സാറ്റർഡേയോ സൺഡേ നിനക്ക് പറ്റുന്നൊരു ദിവസം 3 hours, അങ്ങനെ 15 days, അതാണ് അതിൻ്റെ കാൽക്കുലേഷൻ. അന്നത്തെ 3500 രൂപയാണ് അന്നത്തെ ഫീസും. ഓക്കെ, അപ്പോൾ അതിന് 25% ആ സ്ഥാപനത്തിനും ബാക്കി എനിക്കും. അപ്പോൾ അവിടുത്തെ സ്റ്റാഫൊക്കെ ഇതിനോട് പറയാം, ഇത് പൈസ അടിച്ചു പോവും, കൊണ്ടുപോകും, ആദ്യത്തെ തന്നെ കളക്ട് ചെയ്ത് കൊണ്ടുപോകും. ഞാൻ ആദ്യം പറഞ്ഞ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ കോഴ്സ് സക്സസ് ആവുകയാണെങ്കിൽ മാത്രം മതി, അല്ലാതെ എനിക്ക് വരുന്നതിൻ്റെ എക്സ്പെൻസ് മാത്രം തന്നാൽ മതി. അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, ഫുഡും വണ്ടി പൈസ കിട്ടണം. അദ്ദേഹം പറഞ്ഞു അങ്ങനെയൊന്നുമില്ല, ഞാൻ അടയ്ക്കുന്ന ടാക്സിൻ്റെ ഒരു ചെറിയ പെർസെൻറ്റേജ് പോലും നിനക്ക് ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം അന്ന് എനിക്ക് അദ്ദേഹം പറഞ്ഞതിൻ്റെ മീനിങ് മനസ്സിലായില്ലെങ്കിൽ പിന്നെ എനിക്ക് മനസ്സിലായി അതെ അത്ര എൻ്റെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഇൻകം എന്താണെന്ന്. അങ്ങനെ ഞാൻ എല്ലാ ക്ലാസ്സിലും ഒരു 10 minutes വീതം സംസാരിച്ചു. സാറ്റർഡേ മോർണിംഗ് 9 o'clock ക്ലാസ് വെച്ചേക്കുന്നത്. രജിസ്ട്രേഷൻ യെസ്, ഞാനിപ്പോൾ ഒരു 25 സ്റ്റുഡൻസ് ഒക്കെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ വന്നപ്പോൾ അദ്ദേഹം സാറ് പറഞ്ഞു അപ്പോൾ സാറ് എന്നോട് പറഞ്ഞു, പുറത്തിറങ്ങിയെന്ന് പറഞ്ഞു, നീ കാരണം ഇവിടെ ഞങ്ങൾക്ക് ഇരിക്കാൻ വയ്യ, അത്ര തിരക്കാണ്, നോക്കൂ നിൻ്റെ കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ വന്ന ആൾക്കാരാണ്. ഞാൻ 400 പേരെ, അതായത് 4 ബാച്ച്. യെസ്, അപ്പോൾ 400, അതായത് സാറ്റർഡേ മോർണിംഗ്, സാറ്റർഡേ ആഫ്റ്റർനൂൺ, സൺഡേ മോർണിംഗ്, സൺഡേ ആഫ്റ്റർനൂൺ, ഈ 4 ബാച്ച് 100 നമ്പേഴ്സ് വെച്ചിട്ട് 400 നമ്പേഴ്സ് വെച്ചിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് എന്ന് വെച്ചാൽ 3500 വരുമാനം അവിടെ വന്നു കഴിഞ്ഞു ഒരൊറ്റ ദിവസം കൊണ്ട്. യെസ്, അതിൻ്റെ 25% അദ്ദേഹത്തിന് പോയി, ബാക്കി. അപ്പം പിന്നെ ഞാൻ എൻ്റെ ജീവൻ കൊടുത്ത ക്ലാസ് നടത്തി. ഒരു 6-7 ക്ലാസ്സുകൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര അഭിപ്രായം അതിനെപ്പറ്റി. ആ സാർ അദ്ദേഹത്തിന് ഭയങ്കര, അപ്പോൾ എന്നോട് ചോദിച്ചു, നീ ഇപ്പോൾ സാറ്റർഡേ സൺഡേ ആണല്ലോ ഇവിടെ ക്ലാസ് എടുക്കുക, നീ ഫ്രൈഡേ ആഫ്റ്റർനൂൺ ഫ്രീ അല്ലേ? അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കോട്ടയത്ത്, ഞാൻ അവിടേക്ക് ഒന്ന് റെക്കമെൻഡ് ചെയ്തോട്ടെ, അദ്ദേഹം ചോദിക്കുന്നു എന്ന് പറഞ്ഞു. എൻ്റെ ഈ കോഴ്സിനെ പറ്റി അറിഞ്ഞപ്പോൾ ചോദിക്കും. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്ത നെക്സ്റ്റ് വീക്ക് ചോദിച്ചു, എൻ്റെ മാവേലിക്കര എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകും, പിന്നെ എറണാകുളത്തേക്ക് പറ്റുമോ, ഇങ്ങനെ ഞാൻ ചോദിച്ചു. അദ്ദേഹം തന്നെ എനിക്കൊരു എൻ്റെ ഒരു ആഴ്ചയിൽ 5 ദിവസമൊക്കെ അദ്ദേഹം എനിക്ക് എൻഗേജ്ഡ് ആക്കി. പിന്നെ ഇത് കേട്ടറിഞ്ഞവർ, അപ്പോൾ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞ വലിയൊരു ഇതാണല്ലോ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിലെയും കോളേജിലേക്ക്. അപ്പോൾ അങ്ങനെ റെഗുലർ കോളേജ്, അപ്പോൾ റെഗുലർ കോളേജിലേക്ക് ഇൻവിറ്റേഷൻ വന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് മാത്രം ഇത് നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ ഞാനൊരു 5 ടീച്ചേഴ്സിനെ അന്ന് M.Com കഴിഞ്ഞ് PhD ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു 5 പേരെ, അവർക്കും വരുമാനമില്ല. അപ്പോൾ മറ്റുള്ള അന്ന് പാലക്കോടിലെ ക്ലാസ് എടുക്കുമ്പോൾ 1 മണിക്കൂറിന് 100 rupees എല്ലാവരും കിട്ടുക. ഞാൻ 300 rupees അവർക്ക് ഓഫർ ചെയ്ത് 1 മണിക്കൂർ, 1 hour. എന്നിട്ട് മാത്രമല്ല, ഇപ്പോൾ ദൂരേക്കും പോകണമല്ലോ, അപ്പോൾ അവരുടെ ട്രാൻസ്പോർട്ടേഷൻ, അക്കോമഡേഷൻ, എവറിത്തിങ്. അപ്പോൾ അവർ ഭയങ്കര ഹാപ്പിയാണ്, നമ്മുടെ പൈസ ഉണ്ട്. അതെ, അപ്പം അവരെന്താ പറയുക, അവർക്ക് നല്ല ട്രെയിനിങ് കൊടുത്തു, ഇതെന്താണ് ഞാൻ ചെയ്യുന്നത്. കാരണം ഇപ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ആയല്ലോ, ഇത്രയും പഠിപ്പിച്ച് നല്ല എനിക്ക് തന്നെ എനിക്ക് ട്രെയിനിങ് കൊടുത്ത അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ അവരും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അതിനകത്ത്. ഈ 5 പേര് ഇപ്പോൾ കോളേജ് പ്രൊഫസേഴ്സാണ്. ഓക്കെ, അപ്പോൾ അവരന്ന് ഇങ്ങനെ ക്ലാസ് എടുക്കാൻ തുടങ്ങി. ഞങ്ങൾ അങ്ങനെ 6 പേര് കൂടി ചേർത്തിട്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ ആദ്യം ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ തുടങ്ങുന്നത് തിരുവല്ലയാണ്. തിരുവല്ല, കോട്ടയം, മാവേലിക്കര, അങ്ങനെ എറണാകുളം, അങ്ങനെ പോയി ആലുവ, എറണാകുളത്ത് തന്നെ വളരെ എല്ലാവരും ക്ലാസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന കോളേജസൊക്കെ. അപ്പോൾ അങ്ങനെ പോയി പെരുമ്പാവൂർ, അങ്ങനെ പോയി തൃശ്ശൂരിൻ്റെ തന്നെ പല മേഖലകളിലും, അങ്ങനെ പോയി കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, അങ്ങനെ കണ്ണൂർ, അവസാനം ചെന്ന് നിന്നത് ഒരു ത്രിവേണി കോളേജ്. ആ പേര് ഞാനങ്ങ് പറയുമോ, കാസർഗോഡാണ് ചെന്ന് നിന്ന. അപ്പോഴത്തേക്ക് കൊല്ലമായി, ട്രിവാൻഡ്രമായി. ഓക്കെ, അപ്പോൾ കേരളത്തിൽ അപ്പോൾ 1 വർഷം കൊണ്ട് 73 സെന്റേഴ്സ്, ബാച്ചസ്, 73 സെന്റേഴ്സ്, ഒരു കൊല്ലം കൊണ്ട് നല്ലൊരു ക്യാപിറ്റൽ ഉണ്ടാക്കി. അത് അങ്ങനെയാണ് IIT, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കൗണ്ടിങ് ടാക്സേഷൻ എന്നാണ് IIT-യുടെ ഫുൾ ഫോം. ഈ IIT അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷൻ, IIT-യുടെ ഫൗണ്ടേഷൻ, മൂലധനം അങ്ങനെയാണ്. യെസ്, എൻ്റെ 7 lakhs rupees
ഫ്രം എൻ്റെ പ്രീവിയസ് കമ്പനി, എൻ്റെ സേവിങ്സും ആൻഡ് ഈ ഒരു വർഷത്തെ ഈ 73 സെൻറ്റേഴ്സ് നിന്ന് കിട്ടിയ ഇതാണ് IIT-യുടെ ഫൗണ്ടേഷൻ. അപ്പോൾ ഈ കോഴ്സ് പിന്നെ എന്ത് ചെയ്തു നിങ്ങൾ? നമ്മളുടെ എയിം ഒരിക്കലും ഇതല്ല. എൻ്റെ എയിം ചാർട്ടേഡ് അക്കൗണ്ട്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ്. അപ്പോൾ ഞാൻ ഇനി രണ്ടും കൂടി ചെയ്താൽ എനിക്ക് അങ്ങനെ സക്സസ് ആക്കി കൊണ്ടുപോകാൻ ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ കാരണം അന്ന് എനിക്ക് വേറെ സ്റ്റാഫുകളൊന്നുമില്ല, ഞാൻ തന്നെ ഇതെല്ലാം ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെ വളരെ വിഷമത്തോടെ ഈ ഒരു വർഷം എന്നെ ഫീഡ് ചെയ്ത ഈ കോഴ്സിനെ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, അങ്ങനെ അതുകൊണ്ടുണ്ടായ ഗുണം എന്താണെന്ന് വെച്ചാൽ കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെ എല്ലാ ഡിസ്ട്രിക്റ്റിൽ നിന്നും എനിക്ക് CA പഠിക്കാൻ കുട്ടികളെ കിട്ടി. ഈ കുട്ടികൾക്കെല്ലാം താങ്കൾ എല്ലാ കുട്ടികളിലേക്കും ഞാൻ പറഞ്ഞു ഇങ്ങനെ CA ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാൻ പോവാണ്. അപ്പോൾ CA എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും പൊള്ളുന്നൊരവസ്ഥയായിരുന്നു. അതിനെ ഞാൻ ഒന്നുകൂടെ ഡയലൂട്ട് ചെയ്ത് കാര്യം എന്താണെന്ന് എൻ്റെ റിയാലിറ്റി അവരിലേക്ക് താങ്കളെ ഹെൽപ്പ് ചെയ്ത ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ 3 വർഷം ക്ലാസ് എടുത്തു കൊടുത്തു. അദ്ദേഹത്തിനോട് മാത്രം ഞാൻ പറഞ്ഞു, സാർ എനിക്ക് കൂടുതൽ പറ്റില്ല, 3 ഇയേഴ്സ് ഞാൻ എൻ്റെ മറ്റ് ടീച്ചേഴ്സിനോട് സംസാരിച്ചിട്ട് ഞാൻ ആദ്യം പോയി 1-2 ക്ലാസ്സുകൾ ഞാൻ എടുത്തിട്ട് ബാക്കി 3 ഇയേഴ്സ്. പക്ഷേ അദ്ദേഹത്തിന് വിഷമമായിരുന്നു 3 ഇയേഴ്സ് കഴിഞ്ഞിട്ട് അത് സ്റ്റോപ്പ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ. കാരണം അതിനെ ബേസ് ചെയ്തിട്ട് പിന്നെ പാൽക്കോളേജിൻ്റെ അവസ്ഥയൊക്കെ കുറച്ച് ദയനീയമായിട്ട് വന്നപ്പോൾ ഈ പേരിലൊക്കെ ആയിരുന്നു ആ സ്ഥാപനം കുറച്ചുകൂടെ റൺ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പക്ഷേ എനിക്കത് ചെയ്യാൻ പിന്നെ 3 വർഷം കഴിഞ്ഞ ശേഷം അത് പറ്റിയിട്ടില്ല. അങ്ങനെ IIT-ക്ക് തുടക്കമായി. എവിടെയാണ് സ്ഥാപനം തുടങ്ങിയത്? കൊട്ടാരക്കര തന്നെ, നിങ്ങളുടെ സ്വന്തം നാട്ടിൽ? യെസ്. അത് കൊട്ടാരക്കര എന്ന് പറഞ്ഞൊരു ചെറിയ ടൗണ. അപ്പോൾ എല്ലാവരും ചോദിച്ചു, വൈ കൊട്ടാരക്കര? നിങ്ങൾക്ക് എറണാകുളം അല്ലെങ്കിൽ ട്രിവാൻഡ്രം ചെയ്യൂ അറ്റ്ലീസ്റ്റ്. അപ്പോൾ എല്ലാവരും വന്ന് മദ്രാസിലേക്ക് ഒഴുകുന്ന സമയമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മനസ്സിലിപ്പോൾ ക്വാളിറ്റി എവിടെ ഉണ്ടോ അവിടെ വരും തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ അതാണ് എൻ്റെ ഡ്രീം, അത് ഇവിടെ തന്നെ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ചോദിച്ചു, ഇൻ കേസ് കൊല്ലം ടൗണിലെങ്കിലും തുടങ്ങും. ഞാൻ പറഞ്ഞോ. അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്ന എന്നോട് സ്നേഹമുള്ളവരെല്ലാവരും പറഞ്ഞു നീ ചെയ്യുന്ന തെറ്റാണ്. അപ്പോൾ ഞാൻ ചിരിച്ചതേ ഉള്ളൂ. അപ്പോൾ ടെൻഷൻ ഉള്ളിലുണ്ടല്ലോ, പക്ഷേ ഞാനത് നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെ എനിക്ക് കാസർഗോഡ് ഞാൻ ഒരു അനൗൺസ്മെൻറ്റിൽ എൻ്റെ ഒരു 25 സ്റ്റുഡൻസിനെ മാത്രം ഞാൻ അഡ്മിഷൻ കൊടുത്തു. അപ്പോൾ ഈ സ്ഥാപനം തുടങ്ങുന്നത് സ്വന്തം സ്ഥലം എന്തെങ്കിലും? അല്ല, റെന്റഡ് ബിൽഡിംഗ് ആണ്. ഒരു അവിടുത്തെ കൊട്ടാരക്കുള്ള ഏറ്റവും വലിയൊരു ബിൽഡിംഗ്. ആ ബിൽഡിങ്ങിൻ്റെ ഒരു ഫ്ലോർ മുഴുവൻ എടുത്തു. എന്നിട്ട് ഇപ്പോൾ പല ദൂരം നിന്നുള്ള കുട്ടികളുണ്ടല്ലോ. അപ്പോൾ CA ഫൗണ്ടേഷനും CA ഇൻ്റർമീഡിയറ്റും, അന്ന് CA ഫൗണ്ടേഷൻ അന്ന് CA IPCC എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ P2 പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ 2, പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ 1 ഫൗണ്ടേഷനും പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ 2 ഇൻ്റർമീഡിയറ്റും. അപ്പോൾ 2 ബാച്ചിലും 25 നമ്പേഴ്സ് വെച്ചിട്ട് എടുത്തു. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് ആണ് ടഫ്. ഇൻ്റർമീഡിയറ്റ് പാസ് അന്ന് എറണാകുളത്തിൽ 320 പേരെങ്ങാണ്ട് എഴുതിയിട്ട് 2 പേരാണ് പാസ്സായിട്ടുള്ളത്. അപ്പോൾ എന്നെ കൊട്ടാരക്കര എന്നുള്ള പലരും, ഈ ചാർട്ടേഡ് അക്കൗണ്ട്സി ഫീൽഡിലുള്ള പലരും എന്നെ ഡിസ്കറേജ് ചെയ്തു, എന്നെ ഹരാസ് ചെയ്തു പല രീതിയിലും. ഞങ്ങളൊക്കെ 8ഉം 10ഉം ചാൻസ് ഒക്കെ എഴുതി പാസ്സായ കോഴ്സാണിത്, നീ ഇത് വളരെ ഈസി ആയിട്ട് ഇത് ചെയ്യും എന്നൊക്കെ പറയുന്നു. അതേപോലെ ഞാൻ അന്നത്തെ എൻ്റെ ഒരു പ്രോസ്പെക്ടസിൽ വല്ല ബ്രോഷറിൽ എന്തോ ചാർട്ടേഡ് അക്കൗണ്ട്സിനെ വാർത്തെടുക്കാൻ എന്നൊക്കെ ഒരു എഴുതിയല്ലോ. അപ്പോൾ എഴുതിയപ്പം ഒരു ചാർട്ടേഡ് അക്കൗണ്ട് എന്നെ വിളിച്ചു ചോദിച്ചതാണ്, വാർത്തെടുക്കാൻ നീ എന്താ അവിടെ അച്ചു പണിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിൽ അതൊരു എന്താ പറയുക, ഇൻസ്പിറേഷൻ തന്നെയായിരുന്നു ശരിക്കും, ഒരു ചലഞ്ച് ഏറ്റെടുക്കാനുള്ള. അപ്പം ടെൻഷനും. അപ്പോൾ 25 കുട്ടികളെ വെച്ചിട്ട് അത് ക്ലാസ് എടുക്കാൻ ചാർട്ടേഡ് അക്കൗണ്ട്സിനൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ കോഴ്സ് നടത്തിയപ്പോൾ ട്രെയിനിങ് കൊടുത്തൊരു 5 PhD ചെയ്തുകൊണ്ടിരിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടല്ലോ, എവരോട് പറഞ്ഞ് ഇവർക്ക് ഞാൻ ചാർട്ടേഡ് അക്കൗണ്ട്സി എന്താണെന്ന് മുതൽ ചാർട്ടേഡ് അക്കൗണ്ട്സിയെ പറ്റി ഫുൾ ഒരു ട്രെയിനിങ് ഞാൻ അവർക്ക് മനസ്സിലാക്കി കൊടുത്തിട്ട് അവരെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കുമായിരുന്നു. അതായത് ടീച്ചേഴ്സ് പറയുന്നത് എന്താ, അവർക്ക് ഉറക്കമില്ല. പിറ്റേ ദിവസം ക്ലാസ് എടുക്കണമെങ്കിൽ ഇന്ന് രാത്രി മൊത്തം ഇരുന്ന് അവർ പഠിച്ചിട്ടാണ് ക്ലാസ് എടുക്കുക. ചില ഒരു ഫാക്കൽറ്റി പറയാം, സാർ എനിക്ക് രാത്രി മൊത്തം ഇരുന്നിട്ട് എനിക്ക് ആ ഒരു പ്രോബ്ലത്തിൻ്റെ ആൻസർ കിട്ടിയില്ല, പക്ഷേ പിറ്റേന്ന് ക്ലാസ്സിൽ വന്ന് ഞാൻ ആ പ്രോബ്ലം കൊടുത്തപ്പോൾ ഒരു കുട്ടി അതങ്ങ് ചെയ്തു, അങ്ങനെ ഞാൻ പഠിച്ചു വന്നു. അങ്ങനെ വരെ അന്ന്. അപ്പോൾ അതൊക്കെ തുറന്ന് പറയാൻ ഉണ്ടാക്കുന്നത് താങ്കളാണ്. നമ്മൾ ടോപ്പിക്ക് കൊടുക്കും, അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്ത് കൊടുക്കും. ഇതൊക്കെയാണ് ഈ ടോപ്പിക്ക് ചോദിക്കുന്നത്, ഈ രീതിയിലാണ് ആപ്ലിക്കേഷനാണ്, ഇതെന്താണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ മൊത്തം അവർ പഠിച്ചിട്ട് വന്ന് കുട്ടികളിലേക്ക്. പക്ഷെ അവിടെ ചോദ്യം കേട്ടെ, ഈ 25 പേരെന്ന് പറയുന്നത് താങ്കൾ ചെയ്യുന്ന റിസ്ക്കിയാണ്. കാരണം 8 കൊല്ലം എടുത്ത് പാസ്സാവുന്ന കാലത്താണ് താങ്കൾ ഇത് കാര്യമായി. അപ്പോൾ ഇത് എൻ്റെ ടെൻഷനും മറ്റുള്ളവരുടെ പറയുന്ന ടെൻഷനെല്ലാം കേട്ടിട്ട് എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു, ഇത് എഡ്യൂക്കേഷനാണ്, കുട്ടികളുടെ കരിയറാണ്, അത് നീ ഒരു കാരണവശാലും നശിപ്പിക്കാൻ പാടില്ല. അപ്പോൾ വളരെ പേരൻസ് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണ്. അപ്പോൾ നീ ഒരു കാര്യം ചെയ്യൂ, നിനക്ക് എത്ര ചിലവായിട്ടുണ്ടോ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് മൊത്തം ഞാൻ നിനക്ക് ക്യാഷ് തരാം. നീ ഈ കുട്ടികളെ ചെന്നൈയിൽ കൊണ്ടുപോയിട്ട് ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ അഡ്മിഷൻ എടുപ്പിക്കൂ, അവർ പോയൊരു 4-5 മാസം പോട്ടെ, അവരോട് സോറിയും പറയൂ എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ കുട്ടികളെ വിളിച്ച് ചോദിച്ചു, എൻ്റെ അച്ഛൻ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ എന്താ പറയുന്നത്? സാർ എന്തായാലും ഞങ്ങൾ ഇറങ്ങിയില്ലേ, നല്ല ടീച്ചേഴ്സുമാണ്, നമ്മളതിനകത്ത് ബുദ്ധിമുട്ടുകളൊന്നുമില്ല, ഞങ്ങൾ പഠിക്കാൻ തയ്യാറാണ്. അപ്പോൾ ഞാൻ എല്ലാവരും പറയും, ഒരാളെ ആണെങ്കിൽ എനിക്ക് ഇതിനകത്ത് എല്ലാവരും പറഞ്ഞു, നീ ഒരാളെ പാസ്സാക്കിയാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് രക്ഷപ്പെടുന്ന. അപ്പോൾ ഞാൻ എല്ലാവരും പറയും, ഇതിനകത്ത് ഒരാൾ പാസ്സാവണം, ആര് വേണോ നിങ്ങൾ തീരുമാനിച്ചോ.
അതുകൊണ്ട് എല്ലാവരും പഠിക്കൂ, നോക്കാം. അങ്ങനെ തുടങ്ങി. എക്സാം വന്നു, എക്സാം കഴിഞ്ഞു. ഇൻ്റർമീഡിയറ്റിൻ്റെ ഫൗണ്ടേഷൻ്റെ എക്സാം കഴിഞ്ഞു. ഇൻ്റർമീഡിയറ്റിൻ്റെ നമുക്ക് 2 months ടൈമാണ് റിസൾട്ട് വരാൻ. ഈ 2 months കുട്ടികളും പോയി, കുട്ടികൾ കോഴ്സ് കഴിഞ്ഞ് നാട്ടിലേക്ക് പോയി. ഞാൻ റെസിഡൻഷ്യലാണ്. പെൺകുട്ടികളെ അവിടെ ഒരു ഹോസ്റ്റലിലേക്ക് അക്കോമഡേറ്റ് ചെയ്തു. ബോയ്സിനെ ഞാൻ അന്ന് അവിടെ PGയോ അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നുമില്ല. ആൺകുട്ടികൾക്കാരും വീടും പോലും കൊടുക്കത്തില്ല. ഞാൻ പിന്നെ എന്നെ വിശ്വസിച്ച ഒരാൾ എനിക്കൊരു വീട് തന്നു. ആ വീട്ടിലേക്ക് ഞാൻ ഈ കുട്ടികളെ അക്കോമഡേറ്റ് ചെയ്തിട്ട് ഒരു കുക്കിനെ അവിടെ അപ്പോയിൻറ്റ് ചെയ്തിട്ട് അവർ എത്ര ഫുഡ് ഉണ്ടാക്കും അല്ലെങ്കിൽ എത്ര റെൻ്റ് എല്ലാം കൂടി ഡിവൈഡിങ് സിസ്റ്റം ആക്കി അവർ കൊടുക്കും. അപ്പോൾ ഞാനാണ് അവിടുത്തെ സെക്യൂരിറ്റി, ഞാനാണ് അവിടുത്തെ എല്ലാം. അപ്പോൾ ഞാൻ രാവിലെ 4 മണിക്ക് എണീക്കണമെന്നാണ്. ഒരു 3:30 ആകുമ്പോൾ ഞാൻ അവിടെ പോയി നിൽക്കും. എന്നിട്ട് ഞാൻ തല്ലിയിട്ടുണ്ട് കുട്ടികളെ എണ്ണിക്കാത്തതിന്, വഴക്ക് പറഞ്ഞിട്ടുണ്ട്, സെന്റിമെന്റ്സ് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അവർക്കിപ്പോൾ എന്നേക്കാൾ അവരങ്ങ് ഏറ്റെടുത്തു എന്നുള്ളതാണ്. റിസൾട്ട് വന്നു. ആ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിഷമിച്ച, ടെൻഷൻ അടിച്ച് ഞാൻ 0 ആയി പോകുമെന്നൊക്കെ വിചാരിച്ച ദിവസങ്ങളെന്ന് വെച്ചാൽ ഈ എക്സാം കഴിഞ്ഞ് റിസൾട്ട് വരുന്നൊരു 2 months ടൈമാണ്. കുട്ടികളും എൻ്റെ അടുത്ത്, എനിക്കൊന്നും എക്സ്പ്രസ് ചെയ്യാൻ ആളില്ല. അപ്പം ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് രാവിലെ വരും, എൻ്റെ കുറച്ച് സ്റ്റാഫുണ്ട്. അപ്പോൾ റിസൾട്ട് വന്നപ്പോൾ അതിനകത്ത് അതല്ല 25 കുട്ടികളൊരു മിടുക്കി കുട്ടിയുടെ കല്യാണം കഴിഞ്ഞു പോയി. അപ്പോൾ 24ആയി. അപ്പോൾ 24 പേരിൽ നിന്ന് വേണമല്ലോ ഒരാളെ പാസ്സാക്കാൻ. റിസൾട്ട് വന്നപ്പോൾ 14 പാസ്സാണ്. 14 പേര്? യെസ്. 9 പേർക്ക് ബോത്ത് ഗ്രൂപ്പ് ഓഫ് ഇൻ്റർമീഡിയറ്റും 5 പേർക്ക് ഒരു ഗ്രൂപ്പ് വെച്ചിട്ട് നിങ്ങളെ വിളിച്ച് 8 കൊല്ലം കൊണ്ട് പാസ്സായി കളിയാക്കിയ ചാർട്ടർ അക്കൗണ്ടുള്ള നാട്ടിലാണ് നിങ്ങൾ ഈ റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത്. അവിടേക്ക് ഒരു ചെറിയ സ്വീറ്റ്സ് ആയിട്ട് അവർ പോയി. അത് ശരി. പോയപ്പോൾ ആദ്യം അകത്തേക്ക് വിളിച്ചു. എന്താ ചോദിച്ചപ്പോൾ IIT എന്നാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഗെറ്റ് ഔട്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരും പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വന്നത് വേറെ ഒന്നിനുമല്ല, IIT അന്ന് അച്ചുണ്ടോയെന്ന് ചോദിച്ചില്ലേ, ആ അച്ചിൽ വാർത്തെടുത്ത ഇൻ്റർമീഡിയറ്റ്സ് ആണ് ഞങ്ങൾ CA. ഇനിയും കൂടുതൽ അച്ചുകളുടെ വാർത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയും കൂടുതൽ പ്രതീക്ഷിക്കാം. ആ വ്യക്തി പിന്നീട് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മാറ്റി അത് എന്നെ വിളിച്ചിട്ട് ആർട്ടിക്കിൾസിനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട് നന്നായിട്ട്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ബാച്ച് നിങ്ങളുടെ തലവര മാറ്റി. പിന്നെ ഞാൻ CA എന്ന് പറഞ്ഞ ചാർട്ടേഡ് അക്കൗണ്ട്സിൽ ഞങ്ങൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിന്നെ അടുത്ത വർഷമാണ് CM. അന്ന് ICW ആണ്. ICWയിലൊരു 10 കുട്ടികളെ മാത്രം വെച്ചിട്ട് തുടങ്ങി 8 പേരെ ഫസ്റ്റ് ചാൻസിൽ പാസ്സാക്കി. പിന്നെ ആ 24 നിന്നും 10 നിന്നും തുടങ്ങിയതാണ്. ഇന്ന് 1000 സ്റ്റുഡൻസ് ആണ് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. ഇന്ന് ICW CMA ആയി. CA ഇപ്പോഴും ഞാൻ വേറെ കോഴ്സുകളൊന്നും ആഡ് ചെയ്തില്ല അതിനകത്ത്. അപ്പോൾ ഇത് 1000 പേര് റെസിഡൻഷ്യൽ പ്രോഗ്രാമാണ്. 1000 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഹോസ്റ്റലിലൊന്നും. അതിനകത്ത് 50 സ്റ്റുഡൻസ്, 50%. കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെ എല്ലാ ഡിസ്ട്രിക്റ്റിൽ നിന്നും കുട്ടികളുണ്ട്. എത്ര ബാച്ചുകളാണത്? എല്ലാത്തിൻ്റെയും നമ്മളിപ്പോൾ ഫൗണ്ടേഷൻ 3 batches, ഇന്റർമീഡിയറ്റ് 2 batches, ഇങ്ങനെ നമ്മൾ 1000 സ്റ്റുഡൻസിനെ മാത്രം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഇതിനെ ഡിസൈൻ ചെയ്ത് വെച്ചു. കണ്ട ഒരു ചെറിയ സ്വപ്നം 1000 പേര്. ഈ കാലഘട്ടത്തിൽ എത്ര പേര് ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാവും? മോർ ദാൻ 700 ചാർട്ടേഡ് അക്കൗണ്ട്സ് എനിക്കുണ്ട്. മോർ ദാൻ 1500 കോസ്റ്റ് അക്കൗണ്ട്സ് എനിക്കുണ്ട്. പല രാജ്യങ്ങളിലൊക്കെ ലോകരാജ്യം എവിടെ ചെന്നാലും ഉണ്ട് IITയുടെ സ്റ്റുഡൻസ്. അപ്പോൾ ഞാൻ UK, കാനഡ, ഓസ്ട്രേലിയ എല്ലാ അവിടുത്തെ ചാർട്ടേഡ് അക്കൗണ്ട്സിയും ഇത് കഴിഞ്ഞ് പാസ്സായിട്ട് എവിടെ ദുബായിൽ തന്നെ മോർ ദാൻ 500 സ്റ്റുഡൻസ് ഉണ്ട് എൻ്റെ അറിവിലുണ്ട്. ഓക്കെ. അത് ഇന്റർവ്യൂ പാസ്സായ തന്നെ അവർക്ക് ഇഷ്ടം പോലെ. ഓക്കെ. അപ്പം അത് ഈ വളരെ ബിസിനസ്സോട് ബന്ധപ്പെട്ടാണല്ലോ, ബിസിനസിൻ്റെ ബ്രെയിൻ ആണല്ലോ ചാർട്ടേഡ് അക്കൗണ്ടൻസ്. അപ്പോൾ അവർക്ക് ഇതിനകത്ത് നിന്ന് 2 years, ഇപ്പോൾ 3 years ആയിരുന്നു, ഇപ്പോൾ 2 years ആർട്ടിക്കിൾഷിപ്പ് ആക്കി. ട്രെയിനിങ് ഉണ്ടല്ലോ, ട്രെയിനിങ്ങിൽ അവർ എല്ലാം പഠിക്കുമല്ലോ. നമ്മൾ ആദ്യം ചെയ്ത BCom കഴിഞ്ഞിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തവരെ CA എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാ ആപ്ലിക്കേഷൻ മോഡിൽ അവർ നല്ല രീതിയിൽ ട്രെയിൻഡ് ആണല്ലോ അവരെല്ലാം. അപ്പോൾ ഓപ്പർച്യൂണിറ്റി ബേസിൽ ഇതിനകത്ത് കോമ്പീറ്റ് ചെയ്യാൻ നമുക്ക് ഒരു കോഴ്സുകൾക്കും പറ്റത്തില്ല. 1000 സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ടെന്ന് എത്ര ജീവനക്കാർ തൊഴിൽ കൊടുക്കുന്നുണ്ട്? ഇപ്പോൾ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു 49 നോൺ ടീച്ചിങ് സ്റ്റാഫ് ഉണ്ട്, 34 ടീച്ചേഴ്സ് ഉണ്ട്, ചാർട്ടേഡ് അക്കൗണ്ട്സും കോസ്റ്റ് അക്കൗണ്ട്സും. ഓക്കെ. അപ്പം പിന്നെന്താ എനിക്ക് ഇത്ര എടുക്കാൻ വേറെ ഞാൻ നേരത്തെ പറയാൻ തുടങ്ങിയ സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ TV തുറന്നാലോ പത്രം തുറന്നാലോ എവിടെ നോക്കിയാലും ചാർട്ടേഡ് അക്കൗണ്ട്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പരസ്യങ്ങളെ കാണാറുള്ളൂ. അതെ. സെലിബ്രിറ്റീസിനെ വെച്ചും അതും ഇതൊക്കെ. നമ്മുടെ ഈ സക്സസിൻ്റെ പുറകിൽ ഒരു പബ്ലിസിറ്റി ഇല്ല. അഡ്വർടൈസ്മെൻറ്റ് എന്നൊരു സംഭവം, അഡ്വർടൈസ്മെൻറ്റ്സ് ഞങ്ങൾക്ക് 0 അപ്പോൾ എൻ്റെ സ്റ്റുഡൻസ് ഒരു കുട്ടി പാസ്സായി പോകുമ്പോൾ അവൻ്റെ ജൂനിയേഴ്സ് അതെവിടെ പാസ്സാവുന്നത് അവർ നല്ല അഭിപ്രായം പറയുന്നത് കൊണ്ട് മാത്രമാണ്. നിങ്ങളുടെ സ്റ്റുഡൻസ് ആണ് നിങ്ങളുടെ ബ്രാൻഡ് അംബാസഡർ. അവരെ തന്നെ പറഞ്ഞിട്ടാണ്. പിന്നെ ഈ 20 വർഷമാണ് 20 yearsൽ എനിക്ക് സ്റ്റുഡൻസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല, ടീച്ചേഴ്സിൻ്റെ ഭാഗത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടായതില്ല, സ്റ്റാഫിൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഭയങ്കര ട്രാൻസ്പെറൻറ്റാണ്. ഞങ്ങളുടെ ടീം എന്ന് പറഞ്ഞാൽ എൻ്റെ സ്റ്റാഫാണ് ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു കാര്യവും നമ്മൾ പറഞ്ഞ് ചെയ്യേണ്ട, അവരെല്ലാം അറിഞ്ഞ് ചെയ്യുന്ന ഒരു വലിയ ടീം. എന്നേക്കാൾ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്ന, അതിനകത്ത് നമ്മൾ പറയുക സെക്യൂരിറ്റി മുതൽ
കുക്കാണെങ്കിലും നമ്മുടെ ക്ലീനിങ് സ്റ്റാഫ് ആണെങ്കിലും നമ്മുടെ സപ്പോർട്ടിംഗ് സ്റ്റാഫ് എല്ലാവർക്കും അവരുടേതായ റോൾ, ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട് തീർച്ചയായിട്ടും. ഓക്കെ, അവരൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോഴും നല്ല രീതിയിൽ ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും. 3500 രൂപയുടെ ഒരു കോഴ്സ് വെച്ച് തുടങ്ങിയ താങ്കൾ ഇന്ന് എത്ര കോടി വിറ്റുവരവുണ്ട്? എന്തായാലും IIT ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് മോർ ദാൻ 50 CR ആണ് ഇപ്പോൾ. ഓക്കെ, അത് ഒരു സ്ഥാപനം വെച്ചിട്ടാണ്. അതെ അതെ. താങ്കൾ വേറെ എവിടെയും ഡൈവേഴ്സിഫൈ ചെയ്തിട്ടില്ല? നോ ബ്രാഞ്ചസ് വേണ്ടാന്ന് വെച്ചിട്ടാണ്. കാരണം ഇത് ബിസിനസ് ആക്കാനായിരുന്നെങ്കിൽ ഇപ്പോൾ ആദ്യം ഈ ഫീൽഡിൽ വന്ന ആളാണ് ഞാൻ. കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെ വേണമെങ്കിൽ എനിക്ക് മോർ ദാൻ 25-30 ബ്രാഞ്ചസ് എനിക്ക് ഈസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യായിരുന്നു. ഇത് 50 CR എന്ന് പറയുന്നത് എനിക്ക് വേണമെങ്കിൽ 500 CR എന്ന് ഈസി ആയിട്ട് പറയാൻ പറ്റുമായിരുന്നു. പക്ഷേ അതിനോട് എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ നമുക്കെന്താ കൂടുതൽ ചെയ്യാൻ അല്ല, ചെയ്യുന്നതിനെ നന്നായി ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും അങ്ങോട്ട് വന്ന് പഠിക്കുക എന്നുള്ളത്. അതെ, നമുക്ക് എല്ലാവരെയും ഇപ്പോൾ പഠിപ്പിക്കാനും പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് ആരോടും കോമ്പറ്റീഷൻ ഇല്ല. പക്ഷേ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പലതും നമ്മളെ നോക്കി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഓൺലൈൻ എന്തെങ്കിലും ഒരു ആഡ് ഇടുവാണെങ്കിൽ അതേ കോപ്പി ചെയ്ത് ഇടുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ നമുക്കറിയാം. പക്ഷേ നമ്മൾ മറ്റുള്ളവരുടെ റിസൾട്ടിനെ പറ്റിയോ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്ന് സാധാരണ നിലയ്ക്ക് നമ്മൾ നോക്കാറില്ല. പിന്നെ ഇത് എന്താ പറയുക, ഇത് 20 വർഷമായി. 20 വർഷത്തെ സക്സസ് ആണ് ഞാൻ ഈ പറഞ്ഞത്. അത് ഓരോ നമ്മളുടെ ഗ്രാഫ് വളരെ മേപ്പോട്ട് വന്നിട്ടാണ് 60 നിങ്ങൾ 1000-ൽ നിൽക്കുക, 1000 സ്റ്റുഡൻസിൽ നിൽക്കുക. ഇത് കൂടുതൽ നമുക്ക് ചെയ്യാൻ കപ്പാസിറ്റി ഇല്ല. മനോജ്, അവിടെയാണ് എൻ്റെ അവസാനത്തെ ചോദ്യം. ഭാവി സ്വപ്നങ്ങൾ എന്താണ്? ഭാവി എന്ന് പറയുമ്പോൾ ഞാൻ പ്രസൻറ്റിൽ വിശ്വസിക്കുന്ന ആളാണ്. ഓക്കെ, ഫ്യൂച്ചർ എന്തും ആവാം, അൺസർട്ടനാണ്. എത്ര നാളിത് കൊണ്ടുപോകും എന്നൊന്നുമല്ല. അടുത്ത ജനറേഷൻ ഇത് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് ആൻസർ ഇല്ല. ഒരു കാരണവശാലും ഞാൻ അടുത്ത ജനറേഷനോട് ഇത് ചെയ്യാൻ പറയത്തില്ല. ഓക്കെ, അവർക്ക് അവരുടേതായ ചിറകുകളുണ്ട്, അവർ പറക്കുന്നെങ്കിൽ അവരുടെ രീതിയിൽ പറക്കട്ടെ. പക്ഷേ IIT എന്ന് പറഞ്ഞ ബ്രാൻഡ് നിലനിൽക്കും സർ. എത്ര വർഷം കഴിഞ്ഞാൽ നിലനിൽക്കും എന്താണെന്നറിയോ? അപ്പോൾ IIT പഠിച്ചിറങ്ങിയ എൻ്റെ സ്റ്റുഡൻസ് തന്നെ കേരളത്തിലൊരു മോർ ദാൻ 25-30 ഇൻസ്റ്റിറ്റ്യൂട്ട്സുകൾ നടത്തുന്നുണ്ട് അവരുടേതായ. അതൊക്കെ എല്ലാം എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടല്ലേ. IIT ഇൻ കേസ് ഞാൻ എൻ്റെ കാലം കഴിയുമ്പോൾ ഒരിക്കലും നിന്നു പോയില്ല. നിന്ന് പോയാലും അവരോട് IIT ജീവിക്കും. താങ്കളിട്ട വിത്തുകളെല്ലാം എടുത്തു. അപ്പോൾ അവർ നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് അല്ലേ എന്ന് ചോദിക്കും. അവരൊന്നും എൻ്റെ കോമ്പറ്റീറ്റേഴ്സ് അല്ല, അവരൊക്കെ എൻ്റെ പാർട്ടാണ്. എല്ലാവരോടും ഭയങ്കര, കാരണം കേരളത്തിലുള്ള എല്ലാ കുട്ടികളെയും ചരടക്കൗണ്ട്സ് പഠിപ്പിക്കാൻ എനിക്ക് പറ്റില്ല. 1000 കുട്ടികളല്ലേ പറ്റുള്ളൂ. ബാക്കി എല്ലാ കുട്ടികളെയും ഇപ്പോൾ എനിക്ക് എക്സസൈസ് വരുന്നത് ഞാൻ പലയിടത്തേക്കും ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ദൂരം എനിക്ക് എൻ്റെ ഹോസ്റ്റൽ ഫെസിലിറ്റി കഴിഞ്ഞു, എൻ്റെ ഹോസ്റ്റലിന് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവൻ്റെ നാട്ടിലുള്ള എൻ്റെ സ്റ്റുഡൻറ്റിനെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഞാൻ ഡയറക്റ്റ് ചെയ്യും. അപ്പോൾ ഇതൊരു വലിയ ടീമായിട്ട് ഇങ്ങനെ അതാണ് എൻ്റെ ഒരു ഏറ്റവും വലിയൊരു പോസിറ്റീവ് ഇതിനകത്ത് ഞാൻ കാണുന്നത്. കാരണം എൻ്റെ കുട്ടികളാണ് ഇഷ്ടംപോലെ കുറേ. അപ്പോൾ അത് ഞാനെന്ന് പറയുന്ന വ്യക്തി ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലെല്ലാം കൂടെ ജീവിക്കുകയല്ലേ. അതാണ് ഞാൻ കാണുന്നൊരു ഫ്യൂച്ചർ ഇതിനകത്ത്. ബാക്കി ഡിപ്പെൻസ് എന്താണോ റിയാലിറ്റിയെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു സംരംഭകൻ എന്ന നിലയ്ക്ക് ഇന്ന് സംതൃപ്തനാണ്? ഞാൻ പറയുന്നു സാർ, ഞാൻ ഭയങ്കരമായിട്ട് ട്രാവൽ ചെയ്യുന്ന ആളാണ്. ഒത്തിരി പാഷൻസും ഒത്തിരി ഡ്രീംസും ഒക്കെ ഉള്ള ആളാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എനിക്ക് ഏറ്റവും നല്ലൊരു ഫാമിലി ഉണ്ട്. അതുപോലെ തന്നെ എൻ്റെ പ്രൊഫഷൻ, എൻ്റെ സ്റ്റാഫ്, എൻ്റെ ടീച്ചേഴ്സ്, എൻ്റെ സ്റ്റുഡൻസിൻ്റെ പേരൻസിനോടൊക്കെ ഭയങ്കര കമ്മിറ്റ്മെൻറ്റാണ് ഞങ്ങൾക്ക്. ഇപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു വലിയ വൻമരമാണിത്, IIT എന്ന് പറയുന്ന ബ്രാൻഡ്. ഞാൻ IITയുടെ അതിനെ കാത്തു സൂക്ഷിക്കുന്ന ഒരു കാവൽക്കാരനാണ് ഞാൻ. ടെൻഷൻ ഇല്ലാതെ ഒരിക്കലും ഒരു കാര്യം പോവില്ല. പക്ഷേ അങ്ങനെ കൂടുതൽ ടെൻഷൻ ഉണ്ടാക്കാൻ ഒരു സിറ്റുവേഷൻ എൻ്റെ ഓഫീസ് എനിക്ക് തരുന്നില്ല. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ തികച്ചും ഹാപ്പിയാണ്. മനോജ് ഹാപ്പിയാണ്. നിങ്ങൾ കേട്ടു, വളരെ പാഷനേറ്റ് ആയിട്ട് സമൂഹത്തിലൊരു പ്രോബ്ലം, ചാർട്ടേഡ് അക്കൗണ്ടൻസ്, അതിന് നല്ല പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു കോഴ്സ് തുടങ്ങുക, അതിൽ നിന്ന് സീഡ് ക്യാപിറ്റൽ കണ്ടെത്തുക, പിന്നീട് ചാർട്ടേഡ് അക്കൗണ്ടൻസിനെയും കോസ്റ്റ് അക്കൗണ്ടൻസിനെയും ക്രിയേറ്റ് ചെയ്യാൻ ഒരു സ്ഥാപനം കൊട്ടാരക്കര എന്ന ടൗണിൽ തുടങ്ങുക. അത് വളരെ പാഷനേറ്റ് ആയിട്ട് അദ്ദേഹം അതിൻ്റെ കസ്റ്റോഡിയനാണെന്നാവും. നല്ല ട്രെയിനിങ് കൊടുത്ത് നല്ല ഫാക്കൽറ്റീസിനെ വയ്ക്കുക, നല്ലൊരു ടീമിനെ വെച്ചുകൊണ്ട് നിരവധി ചാർട്ടേഡ് അക്കൗണ്ടൻസിനെ ക്രിയേറ്റ് ചെയ്യുക. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് സ്പഷ്ടമാണ്. നന്മയുള്ള ഒരു വ്യക്തിയാണ് മനോജ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് കോമ്പറ്റീഷൻ ഇല്ല. അദ്ദേഹം കോമ്പറ്റീറ്റേഴ്സിൻ്റെ അടുത്ത് പോലും പറഞ്ഞു വിടാറുണ്ട്. ഇത്തരം വളരെ അപൂർവം സംരംഭകരാണ് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണുക. അദ്ദേഹത്തിൻ്റെ വളർച്ച സ്പഷ്ടമാണ്. ഈ കാലഘട്ടത്തിൽ 50 കോടിയിലേക്ക് അദ്ദേഹം എത്തിക്കഴിഞ്ഞു. അതിനേക്കാളൊക്കെ ഉപരി നിരവധി പേർക്ക് തൊഴിൽ കൊടുക്കാനും നിരവധി ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, കോസ്റ്റ് അക്കൗണ്ടന്മാരെ സൃഷ്ടിക്കാനും അവരുമായി നല്ല ബന്ധം കാത്തു സൂക്ഷിക്കാനും ഒക്കെ അദ്ദേഹത്തിന് സാധിക്കുന്നു. സംരംഭകർ പഠിക്കേണ്ട പാഠം ഒന്ന്, ഇറങ്ങുന്ന പ്രവൃത്തിയിലേക്ക് സമർപ്പണം, പാഷനോടുകൂടി ചെയ്യുക എന്നുള്ളതാണ്.
അതിനെന്ത് ലാഭമുണ്ടെന്നുള്ളതല്ല, ഭാവി എന്താവും എന്നുള്ളതല്ല, ചെയ്യുന്ന പ്രവൃത്തി നന്നായി ചെയ്യുക, നന്മ ആഗ്രഹിക്കുക. നമ്മുടെ കസ്റ്റമറിന് നന്മ വരണമെന്ന് ആഗ്രഹിച്ചാൽ ആ സ്ഥാപനം കസ്റ്റമേഴ്സ് ഏറ്റെടുത്ത് വളർത്തുമെന്നുള്ളതിന് ഉദാത്തമായ ഉദാഹരണമാണ് IA ടീം ശ്രീ മനോജും. വളരെ ഇൻസ്പയറിംഗ് ആണ് നിങ്ങൾ. കസ്റ്റമേഴ്സ് ഏറ്റെടുത്ത ഒരു ബിസിനസ് എന്ന് പറയുന്നുണ്ട് വരും. അതിനേക്കാളുപരി താങ്കൾക്ക് ഇതിന് ജീവിതം സമർപ്പിക്കുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. താങ്കളുടെ വാക്കിൽ നിന്ന് സ്പഷ്ടമാണ്, താങ്കളെ വെറുക്കാൻ ആർക്കും സാധിക്കില്ല. കാരണം ഓരോ ആൾക്കാർക്കും നന്മ വരണം എന്ന് ആഗ്രഹിക്കുന്ന സംരംഭകർ വളരെ അപൂർവമാണ്. ഇനിയും ഉയരങ്ങളിലെത്തട്ടെ. താങ്കൾ കണ്ട എല്ലാ സ്വപ്നവും പൂവണിയട്ടെ. എൻ്റെ വ്യക്തിപരമായ പേരിലും സ്പാർക്കിലെ എൻ്റെ പാർട്ട്നേഴ്സും ടീമിൻ്റെയും എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാ ആശംസകളും താങ്കൾക്കും താങ്കളുടെ ടീമിനും IITക്കും സ്റ്റുഡൻസിനും. താങ്ക് യു സർ. താങ്ക് യു.